തരൂരിനെ വിമർശിച്ച് കെ മുരളീധരൻ. കേരളത്തിൽ നേതൃക്ഷാമമുണ്ടെന്ന തരൂരിന്റെ പരാമർശം തള്ളി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. കേരളത്തിൽ ഒരു കാലത്തും നേതൃക്ഷാമമുണ്ടായിട്ടില്ല. എല്ലാവരും നേതൃസ്ഥാനത്തിരിക്കാൻ യോഗ്യരാണെന്നും അദ്ദേഹം പറഞ്ഞു. തരൂരിന്റെ പാർട്ടിക്കതീതമായ സ്വാധീനമാണ് തിരുവനന്തപുരം നഷ്ടപ്പെടാതിരിക്കാൻ കാരണമെന്ന വാദത്തെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞു. തരൂർ കോൺഗ്രസ് ആയതുകൊണ്ടാണ് ജയിച്ചത്. 84-ലും 89-ലും 91-ലും തിരുവനന്തപുരത്ത് നിന്നും തുടർച്ചയായി ജയിച്ചത് ചാൾസാണ്. കോൺഗ്രസ് ആയതുകൊണ്ടാണ് ചാൾസും ജയിച്ചത്. പാർട്ടിയാണ് സ്ഥാനാർത്ഥിയാക്കിയതെന്നും പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പിൽ പണിയെടുത്തതെന്നും മറക്കരുതെന്നും കെ മുരളീധരൻ പറഞ്ഞു. എല്ലാ തെരഞ്ഞെടുപ്പിനും എല്ലാവരും ജയിക്കുന്നത് പാർട്ടി വോട്ടുകൾക്ക് അതീതമായ വോട്ടുകൾ കൊണ്ടാണ്. ആ വോട്ടുകൾ സമാഹരിക്കുന്നത് പാർട്ടി പ്രവർത്തകരാണ്. അവർ പണിയെടുക്കുമ്പോഴാണ് വിജയിക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. അതേസമയം ആരും പാർട്ടി വിട്ട് പോകരുതെന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. തരൂരിന്റെ മനസ്സിലെന്താണെന്ന് അറിയില്ലെന്നും അത് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം എന്നുമായിരുന്നു മുരളീധരന്റെ പ്രതികരണം. ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ സേവനം പാർട്ടിക്ക് ആവശ്യമാണ്. അന്താരാഷ്ട്ര വിഷയങ്ങൾ നല്ല അറിവുള്ള ആളാണ്. അത്തരം ചർച്ചകളിൽ പങ്കെടുത്ത് പാർലമെന്റിൽ മറ്റുള്ളവരെക്കാൾ നന്നായി സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന് കൂടുതൽ മികവ് പുലർത്താനാകുക ദേശീയ രാഷ്ട്രീയത്തിലാണ്. ഇവിടെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ഉണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. LDF സർക്കാരിന്റെ വികസനത്തെ പുകഴ്ത്തി ലേഖനമെഴുതിയതിന് പിന്നാലെയാണ് കോൺഗ്രസിന് തന്നെ ആവശ്യമില്ലെങ്കിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ MP പറഞ്ഞത്. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. കോൺഗ്രസിന് പരമ്പരാഗതമായി ലഭിക്കുന്ന വോട്ടുകൾക്ക് അപ്പുറത്തുള്ള പിന്തുണ പാർട്ടിക്ക് കിട്ടണം. തനിക്ക് ലഭിക്കുന്നത് അത്തരത്തിലൊരു പിന്തുണയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മണ്ഡലത്തിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നുണ്ട്. ഇത് പാർട്ടിക്ക് അപ്പുറത്തുള്ള പിന്തുണ കിട്ടുന്നതിന് കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാധീനം വർദ്ധിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് മൂന്നാമതും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും ശശി തരൂർ നൽകി. ഇതേ കാര്യം UDFിലെ മറ്റ് കക്ഷികളും പറഞ്ഞിട്ടുണ്ടെന്നും കോൺഗ്രസിൽ ഒരു നേതാവിന്റെ അഭാവമുണ്ടെന്ന് പ്രവർത്തകർ കരുതുന്നതായും ശശി തരൂർ പറഞ്ഞു. പല സ്വതന്ത്ര ഏജൻസികളും താനാണ് നേതാവാകാൻ യോഗ്യനെന്ന് പ്രവചിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് വേണമെങ്കിൽ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തനിക്ക് സ്വന്തമായ വഴിയുണ്ട്. എനിക്ക് മറ്റു വഴികളില്ലെന്ന് ചിന്തിക്കരുത്. പുസ്തകമെഴുത്ത്, പ്രസംഗം തുടങ്ങി തനിക്ക് മറ്റ് പല വഴികളുമുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു. നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും പ്രശംസിച്ചതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതിയല്ല തനിക്കുള്ളത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. രാഷ്ട്രീയ പ്രത്യാഘാതം ആലോചിച്ചല്ല താൻ പ്രസ്താവന നടത്താറെന്നും എനിക്ക് ബോധ്യമുള്ള കാര്യമാണെങ്കിൽ അഭിപ്രായം പറയുമെന്നും തരൂർ പറഞ്ഞിരുന്നു. കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളല്ല. നല്ലത് ചെയ്താൽ നല്ലതെന്നും മോശമായത് കണ്ടാൽ മോശമെന്നും അവർ പറയുമെന്നും ശശി തരൂർ പറഞ്ഞു.